السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. عن عائشة رضي الله تعالى عنها قالت كان الناس ينضابون يوم الجمعة من منازلهم والعوالي فيأتون في الغبار يصيبهم الغبار والعرق فيخرج منهم العرق فأتى رسول الله صلى الله عليه وسلم إنسان منهم وهو عندي فقال النبي صلى الله عليه وسلم لو أنكم تطهرتم ليومكم هذا رواه البخاري ومسلم. ബുഖാരിയും മുസ്ലിമും ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാനന്നാസു യന്താബൂന യൗമൽ ജുമുഅത്തി മിൻ മനാസിലിഹിം വൽ അവാലി. ജനങ്ങൾ അവരുടെ ഭവനങ്ങളിൽ നിന്നും ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും നീളൻ കോട്ടുകളും ധരിച്ച് ജുമഅക്ക് വരാറുണ്ടായിരുന്നു. ഫയഅ്തൂന ഫിൽ ഗുബാരി യുസീബുഹുമുൽ ഗുബാറു വൽ അറഖ് ഫയഖ്റുജു മിൻഹുമുൽ അറഖ്. പൊടിയും വിയർപ്പും നിമിത്തം അവരിൽ നിന്നും ദുർഗന്ധം പുറപ്പെടാറുണ്ട്. ഫഅതാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൻസാനും മിൻഹും വഹുവ ഇൻദി. അവരിൽപ്പെട്ട ഒരാൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലുണ്ടായിരിക്കെ പ്രവാചകന്റെ അടുത്ത് വരികയുണ്ടായി. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൗ അന്നക്കും തതഹർതും ലിയൗമിക്കും ഹാദാ. ഈ ദിവസത്തിന് വേണ്ടി നിങ്ങളൊന്ന് വൃത്തിയായാൽ നന്നായിരുന്നെങ്കിൽ ലൗ അന്നക്കും തതഹർതും ലിയൗമിക്കും ഹാദാ. ഈ ദിവസത്തിന് വേണ്ടി നിങ്ങളൊന്ന് വൃത്തിയായാൽ നന്നായേനെ എന്ന് പ്രവാചകൻ പറഞ്ഞു. ജനങ്ങൾ അവരുടെ ഭവനങ്ങളിൽ നിന്നും ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും നീളം കോട്ടുകളും ധരിച്ച് ജുമഅക്ക് വരാറുണ്ടായിരുന്നു. പൊടിയും വിയർപ്പും നിമിത്തം അവരിൽ നിന്നും ദുർഗന്ധം പുറപ്പെടാറുണ്ട്. അവരിൽപ്പെട്ട ഒരാൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വരുന്നു. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പ്രവാചകന്റെ സന്നിധിയിലുണ്ട്, അരികിലുണ്ട്. അപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യമാണ്, ഈ ദിവസത്തിന് വേണ്ടി നിങ്ങളൊന്ന് വൃത്തിയായാൽ നന്നായിരുന്നു എന്ന്. വെള്ളിയാഴ്ച ദിവസം എന്നല്ല, ഏത് ദിവസവും പള്ളികളിൽ വരുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള യാതൊന്നും ഉണ്ടാകരുത്. അത് ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ പള്ളികളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ആ പള്ളികൾ നമ്മൾ ഉണ്ടാക്കിയിടുമ്പോൾ ജമാഅത്തുകൾക്ക് ആളുകൾ വരാറുണ്ട്. വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല വസ്ത്രം ധരിക്കാനും ഏറ്റവും മുന്തിയ വസ്ത്രം ധരിക്കാനും സുഗന്ധം ഉപയോഗിക്കാനും കുളിക്കാനും ഒക്കെ നിർദ്ദേശിച്ചിരിക്കുന്ന നമുക്ക് കാണാം. ഒരു പടിവരെ നമ്മളൊക്കെ അത് സൂക്ഷിച്ചും ശ്രദ്ധിച്ചും പോകാൻ ശ്രമിക്കാറുണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രൂപത്തിൽ പറഞ്ഞത് തന്നെയല്ല, പള്ളികൾ ഉണ്ടാക്കുമ്പോൾ പള്ളികളെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് തന്നെ നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനവാസ കേന്ദ്രങ്ങളിൽ പള്ളികൾ നിർമ്മിക്കാനും അവ വൃത്തിയാക്കി വെക്കാനും സുഗന്ധം പൂശാനും നിർദ്ദേശിക്കുകയുണ്ടായി. അപ്പോൾ പള്ളിക്കകവും അതുപോലെ തന്നെ ശുദ്ധമായിരിക്കണം. യാതൊരു തരത്തിലുള്ള ദുഷിച്ച മണമോ ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. പള്ളി ഉണ്ടാക്കിയിട്ടിട്ട് പള്ളി സൂക്ഷിക്കാതിരുന്നാൽ അത് അതിലും വലിയ കുറ്റകരമായ കാര്യമായി മാറും. പള്ളി വൃത്തിയായി സൂക്ഷിക്കണം. പള്ളിയിൽ വരുന്നവരും വൃത്തിയായിട്ട് വരണം. അതുകൊണ്ടാണ് പള്ളിയിൽ വരുമ്പോൾ കാലുകൾ കഴുകി തേച്ച് വൃത്തിയാക്കി പള്ളിക്കുള്ളിൽ കടക്കണം എന്ന് പറയുന്നത്. പലപ്പോഴും പല ആളുകളും ഇക്കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കാറില്ല.
അപ്പം അതുപോലെ തന്നെ വസ്ത്രം വൃത്തിയുള്ള വസ്ത്രമാകണം. ഖുദൂ ദീനത്തക്കും ഇന്ദക്കുല്ലി മസ്ജിദ് എന്നുള്ളത് ഖുർആന്റെ നിർദ്ദേശമാണ്. നിങ്ങൾ ഓരോ ആരാധനാവേളയിലും നിങ്ങളുടെ അലങ്കാരം നിങ്ങൾ സ്വീകരിക്കുക എന്ന്. നല്ല വസ്ത്രമായിരിക്കണം ധരിച്ചുകൊണ്ട് വരുന്നത്. അത് എല്ലാ ദിവസവും. വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം, പ്രായപൂർത്തിയായവർക്ക് ജുമഅയുടെ കുളി നിർബന്ധമാണ്. ദന്തശുദ്ധി വരുത്തലും തനിക്ക് സാധിക്കുന്ന സുഗന്ധദ്രവ്യം ഉപയോഗിക്കലും ജുമഅക്ക് ഒഴിച്ചുകൂടാത്തതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ സുഗന്ധം പൂശണമെന്ന് നിർദ്ദേശിച്ചത് വിശ്വാസികൾക്ക് ഹൃദ്യമായ അനുഭവം ഉണ്ടാക്കുവാനാണ്. വേണ്ടത്ര ശുദ്ധീകരിക്കാത്ത അവസ്ഥയിലോ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലോ ജനങ്ങൾക്ക് അരോചകമായ ഭക്ഷ്യവസ്തുക്കൾ കഴിച്ചുകൊണ്ടോ പള്ളിയിൽ വരുന്നത് നിരോധിച്ചിട്ടുള്ളത് തന്നെ വിശ്വാസികളെ ശല്യപ്പെടുത്തുന്ന യാതൊന്നും പള്ളിയിൽ ഉണ്ടായിക്കൂടാ എന്നതിനാലാണ്. വല്ലവനും ചുവന്നുള്ളിയോ വെളുത്തുള്ളിയോ കാട്ടുള്ളിയോ തിന്നാൽ അവൻ നമ്മുടെ പള്ളിയെ സമീപിക്കരുത്. കാരണം മനുഷ്യർക്ക് ഉപദ്രവകരമായത് മലക്കുകൾക്കും ഉപദ്രവകരമത്രേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. വെച്ചാൽ ദുർഗന്ധം വമിക്കുന്ന യാതൊന്നും, ഉള്ളിയുടെ മണം പുറത്തേക്ക് വരും, ഉള്ളിയുടെ മണം മോശമായ മണമായി എന്നുള്ളത് കൊണ്ടല്ലല്ലോ, ആ മണം പോലും മറ്റുള്ളവർക്ക് അരോചകമാകുന്ന രൂപത്തിലാകരുതെന്ന്. ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജുമുഅ ഖുത്ബയിൽ പറയുകയുണ്ടായി, ജനങ്ങളെ, നിങ്ങൾ 2 ചെടികൾ ഭക്ഷിക്കാറുണ്ട്. അവ രണ്ടും ഞാൻ ചീത്തയായാണ് കാണുന്നത്. ചുവന്നുള്ളിയും വെളുത്തുള്ളിയുമാണവ. വല്ല ആളിൽ നിന്നും അവയുടെ ദുർഗന്ധം അനുഭവപ്പെട്ടാൽ അവനെ പള്ളിയിൽ നിന്ന് ബഖീഇലേക്ക് പുറത്താക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആജ്ഞാപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനാൽ ആരെങ്കിലും അവ തിന്നുന്ന പക്ഷം അവയെ വേവിച്ച് തിന്നുകൊള്ളട്ടെ. ഇമാം അഹമ്മദും മുസ്ലിമും നസായിക്ക് ഉദ്ധരിച്ച ഹദീസാണ്. എന്ന് വെച്ചാൽ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നത് പോലും, കഴിച്ചിട്ട് പള്ളിയിൽ വരുമ്പോൾ പോലും മറ്റുള്ളവർക്ക് ഗന്ധമുണ്ടാക്കുകയോ പ്രയാസമുണ്ടാക്കുകയോ ചെയ്യുന്ന ഒന്നും ആ രൂപത്തിൽ കഴിച്ചുകൊണ്ട് വരരുത് എന്നാണല്ലോ. എത്ര സൂക്ഷിക്കണം. പൊടിയും വിയർപ്പും കാരണം ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിൽ പള്ളിയിൽ വരുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ജുമുഅ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ജുമുഅക്ക് മഹല്ലിലെ എല്ലാവരും എത്തിച്ചേരുമ്പോൾ ഇത്തരം ദുർഗന്ധം കൂടുതൽ പ്രയാസം സൃഷ്ടിക്കുമെന്ന് പറയേണ്ട യാതൊരു ആവശ്യമില്ല. അതിനാൽ അന്നേ ദിവസം പള്ളിയിൽ വരുമ്പോൾ വളരെ ശുദ്ധിയായി നല്ല വസ്ത്രം ധരിച്ച്, കഴിയുന്നതും ഏറ്റവും മുന്തിയ വസ്ത്രം ധരിച്ച്, നല്ല സുഗന്ധമൊക്കെ ഉപയോഗിച്ച് ഒളുവെടുത്ത് മിസ്വാക്ക് ചെയ്തൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ഒരു നിർദ്ദേശം നൽകുമ്പോൾ തീർച്ചയായും അത് പള്ളിയിൽ നാം ശ്രദ്ധിക്കേണ്ടതല്ലേ എന്ന് ആലോചിച്ച് നോക്കുക. വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് പ്രത്യേകിച്ച് ഇക്കാര്യങ്ങൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുതന്നെയാണ് പള്ളികൾ വിശ്വാസികൾക്ക് ഹൃദ്യമായ അനുഭവങ്ങൾ നൽകുന്നതാകണം. അതിന് ആവശ്യമായ സംവിധാനങ്ങൾ പള്ളിയിൽ ഒരുക്കണം. പള്ളി വൃത്തിയായി സൂക്ഷിക്കുക, സുഗന്ധം പൂശുക, ഇരിക്കുന്ന സ്ഥലവും മറ്റും പൊടിയും മണ്ണും മലിനവസ്തുക്കളും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക, ശുദ്ധീകരണത്തിന് ആവശ്യമുള്ള വെള്ളം, സോപ്പ് തുടങ്ങിയവ ലഭ്യമാക്കുക, പള്ളികളിൽ മൃഗങ്ങളോ മറ്റു ജീവികളോ കടക്കാത്ത വിധം ഭദ്രമായി സൂക്ഷിക്കുക. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾപ്പെട്ടതാണ്. അതോടൊപ്പം പള്ളിയിൽ വരുന്ന വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധം ആരാധനയ്ക്ക് വരുന്നവരും വൃത്തിയും ശുദ്ധിയും ഉള്ളവരായിരിക്കണം. പള്ളിയിലേക്ക് നടന്നു വരുന്നവർ കാല് കഴുകാതെ പള്ളിയിൽ പ്രവേശിക്കുന്നതും മറ്റുള്ളവരുടെ സൗകര്യങ്ങൾ പരിഗണിക്കാതെ പെരുമാറുന്നതും ഉചിതമായ കാര്യമല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദൂരസ്ഥലങ്ങളിൽ നിന്ന്, ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് നീളം കോട്ടുകളും കുപ്പായങ്ങളും ഒക്കെ ധരിച്ച് ജുമുഅക്ക് വന്നിരുന്ന ആൾക്കാരുടെ പൊടിയും വിയർപ്പും നിമിത്തമുണ്ടായ ദുർഗന്ധം മനസ്സിലാക്കിയിട്ട് പ്രവാചകൻ വളരെ വ്യക്തമായ നിലയിൽ താക്കീത് നൽകിയ ഈ സംഭവം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം പള്ളി ആരോ ഉണ്ടാക്കിയിട്ട് എങ്ങനെയോ ആകട്ടെ എന്നുള്ള മനോഭാവമല്ല ഉണ്ടാകേണ്ടത്. വിശിഷ്യ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് ചെയ്തുകൊണ്ട് ചെന്നാലല്ലാതെ ജുമയുടെ പ്രതിഫലം നമുക്ക് പൂർണ്ണമായി നേടിയെടുക്കാൻ കഴിയുകയുമില്ല. അതുകൊണ്ട് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. പള്ളി അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ്. ആ ഭവനത്തിലെ മുഴുവൻ മര്യാദകളും പാലിച്ചുകൊണ്ടാകട്ടെ ഏത് വഖത്തിനും എത്തുന്നത്, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.